പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഒരു നിമിഷം കരങ്ങൾ കൂപ്പി കണ്ണടച്ച് ദൈവത്തിൻ്റെ വചനം ശ്രവിക്കാൻ പോകുന്ന നമ്മെ ഓരോരുത്തരെയും, നമ്മുടെ മനസ്സിൻ്റെ എല്ലാ അവസ്ഥകളെയും, ശാരീരികമായ രോഗപീഠകളോ അസ്വസ്ഥതകളോ ഏതെങ്കിലും വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ നമ്മുടെ മനസ്സിലോ ശരീരത്തിലോ ഉണ്ടെങ്കിൽ അതെല്ലാം ശ്രവിക്കാൻ പോകുന്ന വചനത്തിന് മുമ്പിൽ നമുക്ക് പൂർണ്ണമായിട്ടും അടിയറ വയ്ക്കാം. കർത്താവിൻ്റെ വചനം നമ്മളെ വിശുദ്ധീകരിക്കുന്നു, നമ്മെ സുഖപ്പെടുത്തുന്നു, നമ്മെ ശക്തിപ്പെടുത്തുന്നു. കർത്താവെ, നിൻ്റെ വചനത്തിൻ്റെ ശക്തി ഞങ്ങളുടെ ബുദ്ധിക്കും ചിന്തയ്ക്കും അതീതമായ കാര്യങ്ങൾ ഞങ്ങൾക്ക് അനുഭവവേദ്യമായി തീരുവാൻ അവിടുന്ന് വചനത്തിലൂടെ ഞങ്ങളെ സ്പർശിക്കണമേ, ഞങ്ങളെ തൊടണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരീ സഹോദരന്മാരെ, ദൈവം എപ്പോഴും മനുഷ്യനെ അനുഗ്രഹിച്ച് അവനെ സന്തോഷം കൊണ്ടും ആനന്ദം കൊണ്ടും സൗഖ്യം കൊണ്ടും നിറയ്ക്കുവാനായിട്ട് കാത്തിരിക്കുന്ന ദൈവമാണ്. നമ്മുടെ ദൈവം എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. അപ്പം ഈ കൂടെയുള്ള ദൈവം മനുഷ്യരെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദൈവം മനുഷ്യനെ അനുഗ്രഹിക്കണമെങ്കിൽ മനുഷ്യനിൽ 5 കാര്യങ്ങൾ നോക്കിയിട്ടാണ് ദൈവം മനുഷ്യരെ അനുഗ്രഹിക്കുക. ഇപ്പം ചിലരൊക്കെ ചിന്തിക്കും, ഞാൻ ഇത്രയെല്ലാം ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ധ്യാനം കൂടി, എന്നിട്ട് എനിക്ക് എന്തുകൊണ്ട് ചില കാര്യങ്ങൾ കിട്ടുന്നില്ല, നടക്കുന്നില്ല? ഏത് കാര്യങ്ങളുടെ പിന്നിലും ദൈവം ഒരു വ്യക്തിയെ അനുഗ്രഹിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ശക്തമായിട്ടുള്ള ഇടപെടൽ ഒരു മനുഷ്യ വ്യക്തിയിൽ ഉണ്ടാകണമെങ്കിൽ പ്രധാനമായിട്ടും ഉണ്ടായിരിക്കേണ്ട ഒന്നാമത്തെ കാര്യം, ഒരു വ്യക്തി ദൈവത്തിൻ്റെ വാക്കുകളെയും ദൈവം അനുവദിക്കുന്നതായ കാര്യങ്ങളെയും അനുസരിക്കോ എന്ന് നോക്കിയാണ് ദൈവം ഒരു വ്യക്തിയെ അനുഗ്രഹിക്കുന്നത്. ചിലരെല്ലാം വളരെ ബുദ്ധിമുട്ടും വേദനയോടും കൂടി പറയുന്ന കാര്യങ്ങളുണ്ട്. ഞാൻ നന്നായിട്ട് പ്രാർത്ഥിക്കും, പല പ്രാവശ്യം ധ്യാനം കൂടി, എല്ലാ ദിവസവും ബൈബിൾ വായിക്കും, ജപമാല ചൊല്ലും, എന്നിട്ടൊക്കെ എന്തുകൊണ്ട് എൻ്റെ രോഗം മാറുന്നില്ല, എൻ്റെ കുടുംബത്തിലെ പ്രശ്നം മാറുന്നില്ല, എൻ്റെ ജീവിതത്തിലെ തകർച്ച മാറുന്നില്ല? ഇങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ആഗ്രഹിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും കിട്ടാതെ വരുമ്പോൾ ചോദിക്കുന്നൊരു ചോദ്യമാണ്. ഈ ചോദ്യത്തിന് മുമ്പിൽ കർത്താവിന് തരാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത്, ദൈവം മനുഷ്യൻ്റെ ജീവിതത്തിൽ അവൻ ഏതെങ്കിലുമൊക്കെ തെറ്റ് ചെയ്തുകൊണ്ടോ, ഏതെങ്കിലുമൊക്കെ പാപം ചെയ്തുകൊണ്ടോ, ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ അവൻ ദൈവത്തിനെതിരായിട്ട് ചെയ്തത് കൊണ്ടോ ഒന്നും അല്ല ചില രോഗങ്ങളും നഷ്ടങ്ങളും പരാജയങ്ങളൊക്കെ മനുഷ്യൻ്റെ ജീവിതത്തിൽ ദൈവം അനുവദിക്കുന്നത്. ചിലപ്പോഴിങ്ങനെ നല്ല രീതിയിൽ പെട്ടെന്ന് കുടുംബത്തിൽ അപ്രതീക്ഷിതമായിട്ടുള്ളൊരു മരണം സംഭവിക്കുന്നു, അപകടം സംഭവിക്കുന്നു, പ്രതീക്ഷിക്കാത്ത സമയത്ത് മാരകമായ ചില രോഗങ്ങൾ ഉണ്ട് എന്ന് കണ്ടുപിടിക്കുന്നു. ഇതൊക്കെ ദൈവം എന്തുകൊണ്ടാണ് അനുവദിക്കുന്നത്? ആ വ്യക്തി ഏതെങ്കിലും വിധത്തിൽ തെറ്റുകളോ കുറ്റങ്ങളോ ചെയ്തുകൊണ്ടൊന്നുമല്ല, മറിച്ച് ദൈവം അത് അനുവദിക്കാൻ കാരണം, ദൈവം അനുവദിക്കുന്നതായ ഈ കാര്യത്തെ മനുഷ്യൻ അനുസരിക്കുമോ എന്നറിയുന്നതിന് വേണ്ടിയിട്ടാണ്. ഏത് അനുഗ്രഹത്തിൻ്റെ പിന്നിലും ദൈവം അനുവദിക്കുന്ന ഒരു അനുസരണമുണ്ട്. ഈ അനുസരണത്തെ നോക്കിയാണ് ദൈവം ഒരു വ്യക്തിയെ അനുഗ്രഹിക്കുന്നത്. ഇപ്പം നീ നന്നായിട്ടൊക്കെ പ്രാർത്ഥിച്ച് നല്ല രീതിയിൽ ജീവിച്ചു, ജീവിക്കുന്നവർക്ക് അപ്രതീക്ഷിതമായ രോഗം വന്നു. ഈ രോഗത്തിൽ നീ അസ്വസ്ഥയാകോ? ഈ രോഗത്തിൽ നിൻ്റെ മനസ്സ് മടുക്കുവോ? ഈ രോഗത്തിൽ നീ പരാതി പറയുമോ? ഈ രോഗത്തിൽ നീ ദൈവത്തിൽ നിന്ന് അകലുവോ? പ്രാർത്ഥന നിർത്തുവോ? ഇതൊക്കെ അറിയണമെങ്കിൽ പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങൾ മനുഷ്യൻ്റെ ജീവിതത്തിൽ ദൈവം അനുവദിക്കണം. അപ്പോൾ ഏത് അനുവദിക്കുന്നതിൻ്റെ പിന്നിലും ദൈവം അറിഞ്ഞിട്ടാണ്. എന്തിനു ദൈവം അറിഞ്ഞിട്ട് അനുവദിക്കുന്നു? നീ ആ അനുവദിക്കുന്ന ദൈവത്തിൻ്റെ മനസ്സ് അറിഞ്ഞ് അനുസരിക്കൂ. അതാ ഓരോ അനുസരണത്തിലും ഓരോ എളിമയുണ്ട്. അപ്പം ഇങ്ങനെ മനുഷ്യന് ദൈവം നൽകുന്നതായ കാര്യങ്ങളെ മനുഷ്യൻ അനുസരിച്ചാൽ അനുസരിക്കുന്നതിലൂടെ അവൻ എളുപ്പപ്പെടുന്നത് വഴിയായിട്ട് ദൈവം മനുഷ്യനെ അനുഗ്രഹിച്ചിരിക്കും. ഇപ്പം നമ്മൾ കാണുന്നുണ്ട്, പിതാവായ ദൈവം പുത്രനായ യേശുവിന്
അപമാനത്തിൻ്റെയും നിന്ദനത്തിൻ്റെയും ഒറ്റപ്പെടുത്തലിൻ്റെയും കുറ്റപ്പെടുത്തലിൻ്റെയും കളിയാക്കലിൻ്റെയും മുഖത്ത് തുപ്പലിൻ്റെയും ഏറ്റവും വലിയ നിന്ദനത്തിൻ്റെ അപഹാസ്യത്തിൻ്റെ അവസ്ഥയെല്ലാം പിതാവ് പുത്രനെ അനുവദിച്ചു. അപ്പം ഇങ്ങനെ എന്നിട്ട് പറയും, ഫിലിപ്പി ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 7 മുതലുള്ള വചനത്തെ, തന്നെ ശൂന്യമാക്കി ദാസൻ്റെ രൂപം സ്വീകരിച്ചു, അവിടുന്ന് കുരിശുമരണത്തോളം അനുസരണമുള്ളവനായി. അടുത്ത വചനം ഇങ്ങനെ, അതിനാൽ അത്യധികം ഉയർത്തി. കുരിശുമരണത്തോളം, അത് അപമാനത്തിൻ്റെ, നിന്ദനത്തിൻ്റെ, പരിഹാസത്തിൻ്റെ, ഒറ്റപ്പെടുത്തലിൻ്റെ, ശിക്ഷയുടെയൊക്കെ അടയാളമായ കുരിശുമരണത്തോളം അനുസരണമുള്ളവനായി. അതിനാൽ ദൈവം അത്യധികം ഉയർത്തി. അപ്പം അന്ന് വരെ ഈ കുരിശ് അപമാനത്തിൻ്റെയും നിന്ദനത്തിൻ്റെയും ശിക്ഷയുടെയൊക്കെ അടയാളമായിരുന്നുവെങ്കിൽ അത് പുത്രനായ യേശു പിതാവ് നൽകിയതിനെ സ്നേഹത്തോടെ സ്വീകരിച്ച് അനുസരിച്ചപ്പോൾ അതേ അപമാനവും നിന്ദനവും പരിഹാസവും എല്ലാം അത്യധികം ഉയർത്താൻ കാരണമായി തീർന്നു. അപ്പോൾ എന്നെയും നിങ്ങളെയൊക്കെ ജീവിതത്തിൻ്റെ ചില വഴികളിൽ, ചില സാഹചര്യങ്ങളിൽ, ചില സന്ദർഭങ്ങളിൽ, ചില കാര്യങ്ങളെല്ലാം ദൈവം ഇങ്ങനെ അനുവദിക്കും. എന്തിനനുവദിക്കുന്നത്? അനുഗ്രഹിക്കാനാ. പക്ഷെ ആ അനുവദിക്കുന്നതിലൂടെ അനുഗ്രഹം കിട്ടണമെങ്കിൽ ഞാൻ അനുസരിക്കാൻ തയ്യാറാണ്. നമ്മൾ കാണുന്നുണ്ട്, അബ്രാഹത്തെ വിശ്വാസികളുടെ പിതാവായിട്ട് ഉയർത്താൻ ദൈവം ആഗ്രഹിച്ചു. ആ ഉയർത്താൻ ആഗ്രഹിച്ച ദൈവം സാധ്യതയില്ലാത്ത സമയത്ത് അബ്രാഹത്തിന് ഒരു മകനെ കൊടുത്തു. ആ മകൻ അബ്രാഹത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യമായിരുന്നു. ഈ സന്തോഷമുള്ള കാര്യം സന്തോഷിച്ചിരിക്കുമ്പോൾ ദൈവം പറഞ്ഞു, ഈ മകനെ നീ എനിക്കായിട്ട് ബലി കഴിക്കണം. അപ്പം അബ്രാഹത്തിന് സത്യത്തിൽ പറഞ്ഞാൽ അവകാശപ്പെടാനായിട്ട് ഒരു അധികാരവും ഇല്ല. കാരണം സാധ്യതയില്ലാത്ത സമയത്ത് കിട്ടിയൊരു മകനാണ്, ദൈവം തന്നതാണ്. അപ്പം സാധ്യതയില്ലാത്ത സമയത്ത് ദൈവം തന്ന മകനെ ദൈവത്തിന് വേണ്ടി ബലി കഴിക്കാൻ പറഞ്ഞത് മാനുഷിക രീതിയിൽ ബുദ്ധിമുട്ടും വേദനയും നൊമ്പരവും ചോദ്യവുമൊക്കെ തിരിച്ചു ചോദിക്കാനായിട്ടുള്ള സാഹചര്യമൊക്കെ. പക്ഷേ ദൈവം ആഗ്രഹിക്കുന്നത്, ഞാൻ ഈ കൊടുത്ത കാര്യം അവൻ എനിക്ക് തരാനായിട്ട് അതിനെ അനുസരിക്കുമോ? ഇതാ അബ്രഹാം അനുസരിക്കാൻ തയ്യാറായി. അനുസരിക്കാൻ തയ്യാറായപ്പോൾ 2 കാര്യം നടന്നു. വചനം ഇങ്ങനെയാണ് പറയുന്നത്, ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം 18-ാം തിരുവചനം, നീ എൻ്റെ വാക്ക് അനുസരിച്ചതുകൊണ്ട് നീ അനുഗ്രഹിക്കപ്പെടും, നിന്റെ സന്തതി അനുഗ്രഹിക്കപ്പെടും, ഭൂമി മുഴുവൻ തലമുറയായിട്ട് അനുഗ്രഹിക്കപ്പെടും. എങ്ങനെ കിട്ടും? മനുഷ്യൻ്റെ ജീവിതത്തിൽ മനുഷ്യൻ അപ്രതീക്ഷിതമായിട്ട് കാണുന്നതായ സമയത്ത്, നിനക്കാത്തതായിട്ടുള്ള കാര്യത്തിൽ ദൈവം ചിലപ്പോഴെല്ലാം ചില സഹനങ്ങളും നൊമ്പരങ്ങളും വേദനകളും തരും. ആ തരുന്നതിന് നീ അനുസരിച്ചാൽ, അബ്രഹാം വിശ്വാസികളുടെ എല്ലാം പിതാവായി എന്ന് പറഞ്ഞാൽ, ഇതുപോലെ ചെയ്യാനായിട്ട് തയ്യാറാകുന്നവരും സ്വീകരിക്കുന്നവരും അബ്രാഹത്തെ പോലെ അനുഗ്രഹിക്കപ്പെടും. എങ്ങനെ അബ്രാഹത്തിന് അനുഗ്രഹം കിട്ടി? അനുസരിച്ചതിലൂടെയാണ്. അതിനാൽ നമ്മളൊക്കെ ജീവിതത്തിൽ ഏത് കാര്യം ദൈവം തന്നാലും, രോഗമാകട്ടെ, തകർച്ചയാകട്ടെ, അപ്രതീക്ഷിതമായിട്ട് ചില തിക്താനുഭവങ്ങളാകട്ടെ, അനുവദിക്കുന്നത് ഏതായാലും അനുവദിക്കുന്നതിന് അറ്റത്ത് ദൈവമുണ്ട്. അപ്പം ദൈവത്തെ കാണണം. ദൈവഹിതമാണ്, ദൈവം അനുവദിക്കുന്നതാണ് എന്ന് നീ തിരിച്ചറിഞ്ഞ് അവിടെ ദൈവത്തിൻ്റെ മുഖം കാണാൻ പഠിച്ചാൽ നിനക്കത് ഏറ്റവും എളുപ്പത്തിൽ അനുസരിക്കാനായിട്ട് സാധിക്കും. അതിലൂടെ ദൈവം നിന്നെ അനുഗ്രഹിക്കും. അതാണ് ഒന്നാമത്തെ കാര്യം. ഇതാ എങ്ങനെയാണ് ദൈവം അനുഗ്രഹിക്കുക? അനുസരണം അഭ്യസിപ്പിച്ചുകൊണ്ട് ദൈവം ഒരു വ്യക്തിയെ അനുഗ്രഹിക്കും. രണ്ടാമത്തത്, എങ്ങനെയാണ് ദൈവം അനുഗ്രഹിക്കുക? ജീവിതത്തിലെ ചില സാഹസികത ഏറ്റെടുക്കാനായിട്ട് അനുവദിച്ചുകൊണ്ട് ദൈവം അനുഗ്രഹിക്കും. ജീവിതത്തിലെ ചില സാഹസികതകൾ ഏറ്റെടുക്കാനായിട്ട് സാധിക്കണം. നമ്മുടെ പ്രതീക്ഷയ്ക്ക് വിപരീതമായിട്ടുള്ളത് സംഭവിക്കുമ്പോൾ ആ പ്രതീക്ഷയ്ക്ക് വിപരീതമായിട്ട് സംഭവിക്കുന്നതിലേക്ക് നോക്കി മനസ്സ് മടുക്കാതെ, അസ്വസ്ഥപ്പെടാതെ, ഞാൻ ഈ അനുവദിക്കുന്നത് ചിലപ്പോൾ ക്യാൻസർ രോഗമാകാം, ട്യൂമർ രോഗമാകാം, അല്ലെങ്കിൽ അപ്രതീക്ഷിതമായിട്ട് കുടുംബത്തിലെ പ്രിയപ്പെട്ടവരുടെ മരണമാകാം, വേർപാടാകാം, എന്തായാലും നമ്മൾ ആ താൽക്കാലികമായിട്ട് ലഭിക്കുന്നതായ ചില സുഖത്തിൻ്റെ, സന്തോഷത്തിൻ്റെ തലങ്ങളിലേക്ക് നോക്കരുത്.
നമുക്ക് നഷ്ടപ്പെടുന്ന താൽക്കാലികമായിട്ട് ചില സുഖങ്ങളും സന്തോഷങ്ങളും, അത് ഞാൻ അവിടെയൊക്കെ ദൈവത്തെ കണ്ടു കഴിഞ്ഞാൽ അവിടെ ദൈവം അതിനപ്പുറത്ത് എന്നെ ഉയർത്തും എന്ന ബോധ്യം. അപ്പോൾ ചില സാഹസികതകൾ മനുഷ്യൻ്റെ ജീവിതത്തിൽ എടുക്കാനായിട്ട് അനുവദിച്ചുകൊണ്ട് ദൈവം മനുഷ്യനെ അനുഗ്രഹിക്കും. അതാണ് നമ്മൾ ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ 32-ാം അധ്യായത്തിൻ്റെ 22 മുതലുള്ള തിരുവചനം. അവിടെ ദൈവം യാക്കോബിനെ അനുഗ്രഹിക്കുന്നതിനായ കാര്യമാണ്. അപ്പോൾ യാക്കോബിൻ്റെ ജീവിതത്തിൽ 2 അപാകതകൾ വന്നതായിട്ട് നമുക്ക് ബൈബിളിൽ കാണാനായിട്ട് സാധിക്കും. അതിൽ ഒന്നാമത്തെ അപാകത എന്താണെന്ന് വെച്ചാൽ, ഒരു നേരത്തെ പായസം കൊടുത്തുകൊണ്ട് വിശപ്പൊന്ന് മാറ്റാനായിട്ട് പായസം കൊടുത്ത് ഏസാവ് ജ്യേഷ്ഠനിൽ നിന്നും കടിഞ്ഞൂൽ പുത്രസ്ഥാനം അനുജൻ തട്ടിയെടുത്തു. അതാണ് ഉൽപ്പത്തി പുസ്തകം 25-ാം അധ്യായത്തിന് 34-ാം തിരുവചനം. ഈ ഏസാവ് കടിഞ്ഞൂൽ പുത്രസ്ഥാനം നിസ്സാരമാണെന്ന് കരുതി അത് കൊടുത്തു. അത് അങ്ങനെ തട്ടിയെടുക്കാൻ പാടില്ലായിരുന്നു. ഒന്നാമത്തെ അപാകത യാക്കോബിൻ്റെ ഭാഗത്ത് വന്നത്. രണ്ടാമത്തെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അപ്പൻ ഇസഹാക്കിൻ്റെ മുമ്പിൽ ഏസാവാണ് എന്ന് അപ്പൻ കരുതി, പക്ഷെ നിന്നത് യാക്കോബാണ്. അപ്പോൾ മൂത്ത മകൻ ഏസാവാണ് എന്ന് കരുതിയിട്ട് ഇസ്ഹാക്ക് ചോദിച്ചു, ഏസാവാണെന്ന്. ഇത് എൻ്റെ മകൻ ഏസാവ് തന്നെയോ? നിൽക്കുന്നത് യാക്കോബാണ്. ഉടനെ യാക്കോബ് പറഞ്ഞു, അതേ അപ്പ. ഉൽപ്പത്തി പുസ്തകം 27-ാം അധ്യായത്തിൻ്റെ 24-ാം തിരുവചനം, അതേ അപ്പ നുണ പറഞ്ഞു. ഇത് 2 യാക്കോബിൻ്റെ ഭാഗത്ത് വന്ന അപാകതയാണ്. ഈ 2 അപാകതയ്ക്ക് പ്രാച്യത്തായിട്ട് 20 വർഷങ്ങൾ ഈ യാക്കോബ് അടിമപ്പണി ചെയ്തു. അപ്പം ജ്യേഷ്ഠനും അനുജനും തമ്മിൽ വലിയൊരു മാനസിക അകൽച്ചയുണ്ട്. എന്ത് ചെയ്യുന്നതറിയോ? ഈ യാക്കോബ് ചെയ്ത ഒന്നാമത്തെ കാര്യം, ജ്യേഷ്ഠനോട് പൂർണ്ണമായിട്ടും ക്ഷമ ചോദിക്കാനായിട്ട് തയ്യാറായി ഒരു സമ്മാന പൊതിയൊക്കെ ഒരുക്കിയിട്ട് അവൻ ജ്യേഷ്ഠനെ അന്വേഷിച്ച് പോവുകയാണ്. അപ്പം ഉൽപ്പത്തി പുസ്തകത്തിന് നമ്മൾ കണ്ട 32-ാം അധ്യായത്തിൻ്റെ 22-ാം വചനം തുടങ്ങുന്നത് ആ രാത്രിയിൽ തന്നെ. അതായത് ഇങ്ങനെ ജ്യേഷ്ഠനോട് ക്ഷമ ചോദിക്കാനായിട്ട് അവൻ തീരുമാനമെടുത്ത് പോകുന്ന ആ രാത്രിയിൽ തന്നെ എന്തു ചെയ്തു? യാബോക്ക് എന്ന പുഴ, ഈ യാബോക്ക് എന്ന പുഴയുടെ അക്കരെ അവൻ ഈ ഭാര്യ, 2 ഭാര്യമാർ, തോഴിമാർ, മക്കളെ എല്ലാവരെയും ഈ പുഴയുടെ ഒരു ഭാഗത്ത് നിർത്തി. വീണ്ടും അവൻ നേടിയെടുത്ത സമ്പത്ത് എല്ലാം അതേ ഭാഗത്ത് നിർത്തി. അപ്പം എന്താണെന്നറിയോ, ഇവിടെ 2 വിധത്തിലുള്ള ഡിറ്റാച്ച്മെൻറ്റ് എന്ന് പറഞ്ഞാൽ, അന്ന് വരെ അവന് ഭാര്യയോട് മക്കളോടുണ്ടായിരുന്ന അറ്റാച്ച്മെൻറ്റ്, അവൻ നേടിയെടുത്ത വസ്തുവകളോടുണ്ടായിരുന്ന അറ്റാച്ച്മെൻറ്റ്, ഈ താല്പര്യത്തെ അവൻ ഇവിടെ വെച്ചിട്ട് വചനം പറയുക, യാക്കോബ് തന്നെ യാബോക്ക് എന്ന പുഴയ്ക്ക് അക്കരെ ഒരു വശത്ത്, ഇവൻ ഒരു വശത്ത് വെച്ചതൊക്കെ എന്താ? 3 കാര്യങ്ങൾ അവിടെ. 1, അവൻ ജ്യേഷ്ഠനോട് ക്ഷമ ചോദിക്കാൻ തയ്യാറായി. 2, അവന് മനുഷ്യ വ്യക്തികളുമായിട്ടുള്ള ബന്ധം എന്തെല്ലാം ഉണ്ടായിരുന്നു, ആ ബന്ധത്തെ മുഴുവൻ അവൻ വേർപെടുത്തി. 3, അവൻ ഈ ലോകത്തിൽ ഏതെല്ലാം വസ്തുക്കളോട് താല്പര്യം, അറ്റാച്ച്മെൻ്റ് ഉണ്ടായിരുന്നു, അതെല്ലാം വേർപെടുത്തി. എന്നിട്ട് അക്കരെ യാക്കോബ് തന്നെ ആ രാത്രിയിൽ അവൻ ഒരു വ്യക്തിയുമായിട്ട് മല്ലടിക്കുന്നത് ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുക. നമുക്ക് വചനം വായിക്കുമ്പോഴറിയാം, അത് ദൈവമാണ്. ദൈവത്തോട് ആ രാത്രി മുഴുവൻ മല്ലടിച്ചു. അവൻ വലിയൊരു സാഹസികത ചെയ്തു. സാഹസികത ചെയ്യാൻ തയ്യാറായ യാക്കോബിനെ ദൈവം അവസാനം ഇങ്ങനെ പറഞ്ഞ് അനുഗ്രഹിച്ചു. അതാണ് ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായത്തിൻ്റെ 28-ാം തിരുവചനം. നീ ദൈവത്തോടും മനുഷ്യനോടും മല്ലടിച്ച് ജയിച്ചിരിക്കുന്നു, അതിനാൽ നിന്നെ ഞാൻ അനുഗ്രഹിക്കും. നീ ഇനി യാക്കോബല്ല, നീ ഇനി ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടും എന്ന് പറഞ്ഞാൽ, സാഹസികത ഏറ്റെടുത്ത് ദൈവത്തിൻ്റെ മുമ്പിൽ വ്യാപരിക്കാൻ, ദൈവത്തിൻ്റെ അനുഗ്രഹം സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നവരാരെല്ലാമാണോ അവരെല്ലാവരും ഈ യാക്കോബിനെ പോലെ അനുഗ്രഹിക്കപ്പെടുന്ന വ്യക്തികളായിട്ട് മാറും. അവർ ദൈവത്തിൻ്റെ സ്വന്തം ജനമായിരിക്കും, ദൈവത്തിൻ്റെ സ്വന്തം മകനും മകളുമാകും എന്ന ബോധ്യം ഇതിലൂടെ നൽകുകയാണ്. അപ്പം നമ്മൾ ഒന്നാമത് കണ്ടു, അനുസരണം അഭ്യസിപ്പിച്ചുകൊണ്ട് ദൈവം ഒരാളെ അനുഗ്രഹിക്കും. 2, സാഹസികത ഏറ്റെടുപ്പിച്ചുകൊണ്ട് ദൈവം ഒരു വ്യക്തിയെ അനുഗ്രഹിക്കും. ഇനി 3-ാമത്തതാണ്, ചെറിയ കാര്യങ്ങളിലെ വിശ്വസ്തത നോക്കി, ചെറിയ കാര്യങ്ങളിൽ പോലും ഞാനും നിങ്ങളും വിശ്വസ്തരാണോ എന്ന് നോക്കിയാണ് ദൈവം ഒരു വ്യക്തിയെ
അനുഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് കർത്താവിൻ്റെ വചനത്തിൽ പറയുന്നത്, ലൂക്കായുടെ സുവിശേഷം 14-ാം അധ്യായം 10-ാം തിരുവചനം, ചെറിയ കാര്യങ്ങൾ വിശ്വസ്തൻ, വലിയ കാര്യങ്ങൾ വിശ്വസ്തനായിരിക്കും. ചെറിയ കാര്യങ്ങൾ അവിശ്വസ്തൻ, വലിയ കാര്യങ്ങൾ അവിശ്വസ്തനായിരിക്കും. അപ്പം ചെറിയ കാര്യങ്ങളിലെ വിശ്വസ്തത നോക്കിക്കൊണ്ട് ദൈവം ഒരു വ്യക്തിയെ അനുഗ്രഹിക്കുന്നു. ഇവിടെ നമ്മൾ കാണും സാമുവേൽ പ്രവാചകൻ്റെ 1-ാം പുസ്തകം 3-ാം അധ്യായത്തിൽ അവിടെ ദൈവം സാമുവേലിനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ ഉണ്ടല്ലോ, ഈ സാമുവേൽ ദേവാലയത്തിലെ തിരി കത്തിച്ചുകൊണ്ടിരുന്നവനാണ്, ദേവാലയത്തിലെ ശുശ്രൂഷയായിരുന്നു. അപ്പോൾ ദേവാലയത്തിൽ തിരി കത്തിച്ചു കൊണ്ടിരുന്ന അവൻ ആ കാര്യത്തിൽ കാണിച്ച വിശ്വസ്തത അവനെ പ്രവാചകനാക്കി. അപ്പോൾ ചെറിയ കാര്യങ്ങളിലെ വിശ്വസ്തത നോക്കി വലിയ കാര്യങ്ങൾ കൊടുത്ത് ദൈവം അനുഗ്രഹിക്കും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് പ്രവാചകനായ സാമുവേൽ. ഇനി നമ്മൾ ആ പുസ്തകത്തിൽ തന്നെ കാണും, 1 സാമുവേൽ അതിൻ്റെ 16-ാം അധ്യായത്തിൽ, അതായത് ജസ്സയുടെ മക്കളിൽ വലിയ തടിമിടുപ്പോ കഴിവോ സാമർഥ്യമോ ഒന്നും ഇല്ലാതിരുന്ന, അപ്പോൾ മറ്റു മക്കളെല്ലാം നല്ല കഴിവും സാമർഥ്യവും ആകാരവടുവും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവരെ ആരെയും ഇസ്രായേലിൻ്റെ രാജാവാകാൻ ദൈവം തിരഞ്ഞെടുത്തില്ല. ദൈവം തിരഞ്ഞെടുത്തത് അപ്പൻ്റെ ആടുകളെ നോക്കി നടന്നിരുന്ന ദാവീദിനെയാണ്. അപ്പോൾ ചെറിയ കാര്യങ്ങളിലെ വിശ്വസ്ത നോക്കി വലിയ കാര്യങ്ങൾക്ക് വേണ്ടി ദൈവം തിരഞ്ഞെടുത്ത് അനുഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇസ്രായേലിൻ്റെ രാജാക്കന്മാരിൽ ഏറ്റവും പ്രഗത്ഭനായ രാജാവായി ദാവീദ് മാറാൻ കാരണം അവൻ അപ്പൻ്റെ ആടുകളെ നോക്കി നടന്നിരുന്ന നാളുകളിൽ കാണിച്ചതായ വിശ്വസ്തതയാണ്. അപ്പം ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തത വലിയ കാര്യങ്ങൾ ചെയ്ത് അനുഗ്രഹിക്കാനായിട്ട് ദൈവം ഇടയാക്കും എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പം ചിലപ്പോൾ നമ്മൾ ഓരോരുത്തരും ചിലപ്പോൾ ചെയ്യുന്ന ജോലി ചെറിയ ജോലി ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ നിസ്സാരമായിട്ടുള്ളതായിരിക്കും. പക്ഷേ ആ നിസ്സാര ജോലി ആയാലും ചെറിയ ജോലി ആയാലും നീ അതിനെ ഏറ്റവും ഗൗരവത്തോടെ, അതിനെ ഏറ്റവും വിശ്വസ്തയോടെ ചെയ്താൽ, ചെറിയ കാര്യങ്ങളിലെ വിശ്വസ്തത നോക്കി ദൈവം വലിയ കാര്യങ്ങൾ ഏൽപ്പിച്ച് അനുഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഇതിലൂടെ നമുക്ക് കർത്താവിൻ്റെ വചനം പറഞ്ഞു തരുന്നതായ കാര്യം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇനി നാലാമത്തെ കാര്യം ഇതാണ്, വിശുദ്ധി നോക്കി ദൈവം ഒരു വ്യക്തിയെ അനുഗ്രഹിക്കുന്നു. ഹെബ്രായ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 14-ാം തിരുവചനം, വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ പ്രീതിപ്പെടുത്താൻ സാധിക്കില്ല. ദൈവത്തിൻ്റെ അനുഗ്രഹം സ്വീകരിക്കാൻ ഒരു വ്യക്തിയിൽ ദൈവം ഏറ്റവും കൂടുതൽ നോക്കുന്നത് ആ ആള് വിശുദ്ധിയിൽ ജീവിക്കുന്ന വ്യക്തിയാണോ. ഹൃദയത്തിൻ്റെ വിശുദ്ധി, ശരീരത്തിൻ്റെ വിശുദ്ധി, ജീവിതത്തിൻ്റെ വിശുദ്ധി, ഈ വിശുദ്ധിയിൽ ജീവിക്കുന്ന വ്യക്തിയിലേക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ അറിയാതെ ഒഴുകി വരും. അപ്പം ഞാനും നിങ്ങളും എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഹൃദയത്തിൻ്റെ വിശുദ്ധി. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ 8-ാം തിരുവചനം പറയും, ഹൃദയവിശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, എന്തെന്നാൽ അവർ ദൈവത്തെ കാണും. വിശുദ്ധി, ഹൃദയത്തിൻ്റെ വിശുദ്ധിയിൽ നിൻ്റെ ജീവിതത്തിൻ്റെ ഏത് തലങ്ങളിലും നിനക്ക് ദൈവത്തെ കാണാൻ തക്ക വിധത്തിലുള്ള ഹൃദയത്തിൻ്റെ നൈർമല്യം, കണ്ണുകളുടെ പ്രകാശം അവിടെയൊക്കെ. അപ്പോൾ ഹൃദയത്തിൻ്റെ വിശുദ്ധിയാണ്, ശരീരത്തിൻ്റെ വിശുദ്ധിയാണ്, ജീവിതത്തിൻ്റെ വിശുദ്ധിയാണ് ദൈവത്തിൻ്റെ അനുഗ്രഹം സ്വീകരിക്കാനായിട്ട് ഒരു വ്യക്തിയെ ഏറ്റവും കൂടുതൽ ഒരുക്കുന്നത്. നമ്മൾ കാണുന്നുണ്ട് യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 6ഉം 7ഉം തിരുവചനം, സെറാഫുകളിലൊന്ന് കുടിലുകൊണ്ട് തീക്കട്ട കൊണ്ട് യേശയ്യായുടെ നാവിൽ സ്പർശിച്ചിട്ട് പറഞ്ഞു, നിന്റെ അകൃത്യങ്ങളെല്ലാം മാറ്റപ്പെട്ടു കഴിഞ്ഞു, നിന്റെ പാപങ്ങളെല്ലാം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. യേശയ്യായെ ദൈവം വലിയൊരു ദൗത്യത്തിന് വേണ്ടി തിരഞ്ഞെടുത്തത് അവനെ പൂർണ്ണമായിട്ടും വിശുദ്ധീകരിച്ചു കൊണ്ടാണ്. അപ്പോൾ മനുഷ്യൻ്റെ വിശുദ്ധിയെ നോക്കി, പുണ്യത്തെ നോക്കി, നന്മയെ നോക്കി ദൈവം ഒരു വ്യക്തിയെ അനുഗ്രഹിക്കുന്നു. ഇനി നമ്മൾ കാണും ദാനിയേൽ
രാജാവിൻ്റെതായ കൽപ്പനകൾക്കല്ല. കാരണം രാജാവിൻ്റെ കൽപ്പനകളിലെല്ലാം ഒരു സ്വാർത്ഥതയുണ്ട്. പക്ഷേ രാജാവ് പറയുന്നതിനേക്കാൾ രാജാവിനെ നിയമിച്ച ദൈവത്തിൻ്റെ സ്വരം, ദൈവത്തിൻ്റെ ഹിതം, ദൈവത്തിൻ്റെ പദ്ധതി ദാനിയേൽ നോക്കി. അതുകൊണ്ട് രാജാവിനെ ധിക്കരിച്ചുകൊണ്ട് രാജാവ് ദൈവഹിതത്തിന് എതിരായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അതിനെ ദാനിയേൽ സ്വീകരിക്കാതിരുന്നത് കൊണ്ട് അസൂയ തോന്നിയ ജനം അവരുടെ നിർബന്ധമനുസരിച്ച് ദാനിയേലിനെ സിംഹക്കുഴിയിലിട്ടു. നമ്മൾ കാണും ദാനിയേലിൻ്റെ പുസ്തകം 14-ാം അധ്യായത്തിൻ്റെ 31 മുതലുള്ള തിരുവചനങ്ങളിൽ. അവിടെ ദാനിയേൽ കഴിഞ്ഞ 6 ദിവസങ്ങളായിട്ട് 7 സിംഹങ്ങളുള്ള കുഴിയിൽ കിടക്കുക. വചനം പറയുക, സാധാരണഗതിയിൽ ഒരു സിംഹത്തിന് ഒരു ദിവസം 2 മനുഷ്യ ശരീരവും 2 മൃഗങ്ങളുടെ ശരീരം പോലും കൊടുത്താൽ തികയാല ഒരു സിംഹത്തിന്. അങ്ങനെയുള്ള 7 സിംഹങ്ങൾ 6 ദിവസമായിട്ട് കിടക്കുക. ഇങ്ങനെ ഈ സിംഹക്കുഴിയിൽ കിടക്കുന്ന ദാനിയേലിൻ്റെ അടുക്കലേക്ക് ദൈവം ഹബക്കൂക്ക് പ്രവാചകൻ്റെ കൈവശം ഭക്ഷണം കൊടുത്തു വിട്ടു. ഓക്കെ, അവൻ സിംഹക്കുഴിയിൽ കിടക്കുമ്പോൾ അവൻ്റെ ഹൃദയത്തിലും ശരീരത്തിലും ജീവിതത്തിലെല്ലാം വിശുദ്ധി നിറഞ്ഞതുകൊണ്ട് ഈ ദാനിയേലിനെ തൊടാനായിട്ട് പറ്റിയില്ല. ദാനിയേലിനെ തൊടാൻ പറ്റിയില്ല. അതാ, വിശുദ്ധിയുള്ളവനെ ക്രൂര മൃഗങ്ങൾക്ക് പോലും തൊടാൻ പറ്റിയല്ല എന്ന് മാത്രമല്ല, അവന് ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ദൈവം അവനാവശ്യമായിട്ടുള്ളതെല്ലാം കൊണ്ടക്കൊടുത്ത് അനുഗ്രഹിക്കും. അതാ, കൊണ്ടക്കൊടുത്ത് അവന് കൊണ്ടുവന്ന് കൊടുത്ത് ദൈവം അനുഗ്രഹിക്കും. ഇതാണ് ചെറിയ കാര്യങ്ങളിലെ വിശുദ്ധി നോക്കി ദൈവം ഒരു വ്യക്തിയെ അനുഗ്രഹിക്കുന്നു. ഇനി 5-ാമത്തെ കാര്യം, സഹനങ്ങൾ ഏറ്റെടുപ്പിച്ചുകൊണ്ട് ദൈവം ഒരു വ്യക്തിയെ അനുഗ്രഹിക്കും. സഹനങ്ങൾ ഏറ്റെടുപ്പിച്ചുകൊണ്ട് നമ്മൾ കാണുന്നുണ്ട് ജോബിൻ്റെ ജീവിതം. ബൈബിളിലൊരു പുസ്തകം തന്നെ ജോബിൻ്റെ പേരിലാണ്. 42 അധ്യായങ്ങളുള്ള ഒരു പുസ്തകം, ബൈബിളിലൊരു പുസ്തകം ജോബ്. ജോബിൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം, ജീവിതത്തിൽ സഹനങ്ങൾ അനുഭവിച്ചവൻ, നഷ്ടങ്ങൾ അനുഭവിച്ചവൻ. ഈ സഹനങ്ങളും നഷ്ടങ്ങളും അനുഭവിച്ച ജോബിനെ ദൈവം അനുഗ്രഹിച്ചു. എന്താണ് അനുഗ്രഹിക്കാനായിട്ട് കാരണം? ജോബിൻ്റെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് 5 നഷ്ടങ്ങൾ. സമ്പത്ത് മുഴുവൻ പോയ നഷ്ടം, മക്കൾ മുഴുവൻ മരിച്ച നഷ്ടം, വേർപാടിൻ്റെ വേദന, അതിൻ്റെ നഷ്ടം, അതുപോലെ തന്നെ സ്വന്തക്കാരും ബന്ധുക്കളും എല്ലാം കൈവിട്ട നഷ്ടം, അവൻ്റെ ശരീരത്തിൽ വ്രണമില്ലാതെ ശരീരത്തിൽ ആരോഗ്യം മുഴുവൻ നഷ്ടപ്പെട്ട അവസ്ഥ, സ്വന്തം ഭാര്യ പോലും അവനെ തള്ളിപ്പറയാൻ വേണ്ടി പ്രേരിപ്പിച്ചതായ അവസ്ഥ. ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള നഷ്ടങ്ങൾ, അവസ്ഥകൾ, അതിലൂടെ എല്ലാം ഉണ്ടായ സഹനം. ഈ സഹനത്തിലും നഷ്ടത്തിലും ജോബ് പറയുന്നൊരു കാര്യമുണ്ട്. വചനം ഇങ്ങനെയാണ് പറയുന്നത്. ജോബിൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 21-ാം തിരുവചനം 21-ഉം 22-ലും പറയും, അവൻ്റെ നഷ്ടങ്ങളെ, സഹനങ്ങളെല്ലാം ദൈവത്തിൻ്റെ കരങ്ങളിൽ കൊടുത്തിട്ട് ദൈവത്തെ ഇങ്ങനെ സ്തുതിച്ച് ആനന്ദിച്ചു. സഹനത്തിൽ വേദനിക്കാതെ അതിനെ മുഴുവൻ ദൈവത്തിൻ്റെ കരങ്ങളിൽ കൊടുത്തു. ഉള്ളംകാല് മുതൽ ഉച്ചവരെയുള്ള ശരീര വ്രണങ്ങളുടെ വേദനയിലൊന്നും നോക്കാതെ അതിനെ ദൈവത്തിൻ്റെ കരങ്ങളിൽ കൊടുത്ത് ദൈവത്തെ സ്തുതിച്ചപ്പോൾ വചനം പറയുകയാണ്, ഇതുകൊണ്ടൊന്നും, ഈ നഷ്ടങ്ങൾ കൊണ്ടൊന്നും, ഈ സഹനങ്ങൾ കൊണ്ടൊന്നും, ഈ രോഗങ്ങൾ കൊണ്ടൊന്നും ജോബ് ദൈവത്തെ പഴിക്കുകയോ പാപം ചെയ്യുകയോ ചെയ്തില്ല. അവൻ്റെ മനസ്സും കണ്ണുകളും ആഗ്രഹങ്ങളെല്ലാം ഈ സഹനത്തിലും രോഗത്തിലും നഷ്ടത്തിലും ദൈവത്തോട് ചേർന്നിന്ന ജോബ് പറയുന്ന 2 പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ആ പ്രധാനപ്പെട്ട കാര്യമാണ് ജോബിൻ്റെ പുസ്തകം 42-ാം അധ്യായം 5-ാം തിരുവചനം. അതെ, അവന് നല്ല സന്തോഷവും ലാഭകരമായിട്ടുള്ളതിൽ മുഴുവൻ, സമ്പത്ത് മുഴുവൻ, മക്കൾ മുഴുവൻ കൂടെ നിന്ന സമയത്ത് അവൻ ദൈവത്തെക്കുറിച്ച് കേട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഈ സഹനത്തിൽ, ഈ രോഗത്തിൽ, ഈ നഷ്ടത്തിൽ ഇപ്പോൾ ഞാൻ എൻ്റെ കണ്ണുകൾ കൊണ്ട് ഞാൻ എൻ്റെ ദൈവത്തെ കാണുന്നു. അതാ, ആ സഹനത്തിൽ ദൈവത്തെ കണ്ട, ദൈവത്തിൻ്റെ സ്നേഹവും ശക്തിയും ചൈതന്യവും അനുഭവിച്ച
ആ ജോബിനെ കുറിച്ച് പറയുകയാണ്. ജോബിൻ്റെ പുസ്തകം 42-ാം അധ്യായം 10-ാം തിരുവചനം. ജോബിന് നഷ്ടപ്പെട്ടത് മുഴുവൻ തിരിച്ചു കൊടുത്തു, ഇരട്ടിയായിട്ട് തിരിച്ചു കൊടുത്തു. അപ്പോൾ ദൈവം എങ്ങനെയാണ് ഒരു വ്യക്തിയെ അനുഗ്രഹിക്കുന്നത്? ദൈവം ഒരു വ്യക്തിയെ അനുഗ്രഹിക്കുന്നത് ജീവിതത്തിൽ ചില സഹനങ്ങൾ, രോഗങ്ങൾ, ബുദ്ധിമുട്ടുകൾ അനുവദിച്ചുകൊണ്ട് അനുഗ്രഹിക്കും. അപ്പം ഞാൻ നിങ്ങൾ എന്ത് മനസ്സിലാക്കണം? നമ്മുടെ പ്രതീക്ഷയ്ക്കും നമ്മുടെ ആഗ്രഹത്തിനും നമ്മുടെ ഇഷ്ടത്തിനും വിപരീതമായിട്ട് എന്ത് സംഭവിച്ചാലും ഒരിക്കലും ആ സംഭവിച്ചതിലേക്ക് നോക്കി മനസ്സ് വേദനിക്കുകയോ നൊമ്പരപ്പെടുകയോ പരാതിപ്പെടുകയോ നിരാശപ്പെടുകയോ ചെയ്യരുത്. മറിച്ച് അവിടെ ദൈവത്തെ കണ്ടിട്ട് ഞാൻ ഇങ്ങനെ മനസ്സിലാക്കണം, അതിലൂടെ എൻ്റെ ദൈവം എന്നെ അനുഗ്രഹിക്കും. ഇപ്പം ഞാൻ പറഞ്ഞത് 5 കാര്യങ്ങളാണ്. അതായത് എങ്ങനെയാണ് ദൈവം ഒരു മനുഷ്യ വ്യക്തിയെ അനുഗ്രഹിക്കുന്നത്? 1, അനുസരണം അഭ്യസിപ്പിച്ചുകൊണ്ട് അനുഗ്രഹിക്കും. 2, സാഹസികത ഏറ്റെടുപ്പിച്ചുകൊണ്ട് അനുഗ്രഹിക്കും. 3, ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തത നോക്കിക്കൊണ്ട് അനുഗ്രഹിക്കും. 4, വിശുദ്ധി നോക്കിക്കൊണ്ട് അനുഗ്രഹിക്കും. 5, ജീവിതത്തിലെ വ്യത്യസ്തമായ സഹനങ്ങൾ അനുവദിച്ചുകൊണ്ട് അനുഗ്രഹിക്കും. നമ്മുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള ഏതെല്ലാം കാര്യങ്ങളാണോ ദൈവം അനുവദിച്ചിരിക്കുന്നത്, ഓർക്കണം, ഈ അനുവദിച്ചിരിക്കുന്നതിൻ്റെ എല്ലാം അപ്പുറത്ത് ഒരനുഗ്രഹമുണ്ട്. അത് സ്വീകരിക്കാൻ, സ്വന്തമാക്കാൻ കർത്താവേ ഞങ്ങളെ സഹായിക്കണേ. ഒരു നിമിഷം നമുക്ക് കരങ്ങൾ കൂപ്പി കണ്ണടച്ച് കർത്താവിൻ്റെ തിരുമുമ്പിലായിരുന്ന വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മളിൽ ജീവിതത്തിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള നൊമ്പരങ്ങളും വേദനകളെല്ലാം ഉണ്ടാകാം. ഈ നൊമ്പരങ്ങളെ വേദനകളെല്ലാം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്ത് കർത്താവിൻ്റെ മുഖം അവിടെ ദർശിക്കുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്ന അനുഗ്രഹത്തെ കണ്ടുകൊണ്ട് നമ്മുടെ മനസ്സ് ആനന്ദിക്കട്ടെ. ജീവിതം കൂടുതൽ കൂടുതൽ സന്തോഷപ്രദവും വിജയപ്രദമായി തീരട്ടെ. ഈശോയെ, അതിനായി അവിടുന്ന് എന്നെ ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ. ആമേൻ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. പ്രൈസ് ദി ലോർഡ്.